ഈ വീഡിയോയിൽ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ടാം ഫേസ് ഗാസയുടെ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാം ഫേസ് തുടങ്ങുമ്പോൾ ട്രംപിനെ മീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ ട്രംപിനെ മീറ്റ് ചെയ്യാൻ തയ്യാറായില്ലായിരുന്നു നെതന്യാഹു. അപ്പം രണ്ടാം ഘട്ട പീസ് സബ്മിറ്റ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ ട്രംപിനെ മീറ്റ് ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഗാസയിൽ ഹമാസിനെ ഡിസാം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ചകൾ മുന്നോട്ട് നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ എന്തായാലും സെക്കൻഡ് ഫേസിലേക്ക് മുന്നോട്ട് പോകാൻ നെതന്യാഹു ഗ്രീൻ ലൈറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. ഇസ്രായേൽ ആണെങ്കിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ. അപ്പോൾ ഇതിനകത്ത് 55 വയസ്സുള്ള ഒരു വയസ്സായ വ്യക്തിയെ IDF സോൾജർ വെടിവെച്ചിട്ടിട്ടുണ്ട്. ഇത് വെസ്റ്റ് ബാങ്കിലാണ്. അതുപോലെ തന്നെ ഇന്നലത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ജർമ്മനിയുടെ ചാൻസലർ മേഴ്സ് ഫ്രെഡറിക് പുള്ളിക്കാരൻ ഇസ്രായേൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് നടത്തിയ ചർച്ച, അത് കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ജോയിൻറ്റ് പത്രസമ്മേളനം ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ജർമ്മനി ഇസ്രായേലിന് വേണ്ടിയിട്ട് ഒരുപാട് മാനുഫാക്ചറിങ്, ആയുധ ഉൽപ്പാദന രംഗത്ത് ജോയിൻറ്റ് മാനുഫാക്ചറിങ്ങിന് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇസ്രായേലിന് വേണ്ട നിർണായകമായിട്ടുള്ള ചില സ്പെയർ പാർട്സുകൾ, ആയുധ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള സ്പെയർ പാർട്സുകളുടെ എഗ്രിമെൻ്റ് എല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള വാർത്തയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ആരോ 2 എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ സിസ്റ്റം, അത് 3 യൂണിറ്റ് ജർമ്മനിക്ക് കൊടുക്കുന്നുണ്ട് ഇസ്രായേൽ. അതിനെ തുടർന്നാണ് ബാക്കിയുള്ള ഈ രീതിയിലുള്ള എഗ്രിമെൻറ്റുകൾ കാര്യങ്ങൾക്കെല്ലാം ധാരണയായത്. പിന്നെ നമ്മൾ നേരെ ഇറാൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആയത്തുള്ള ഖമനേയി സ്ത്രീകളെ പൂക്കളെ പോലെ നിങ്ങൾ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനെ തുടർന്ന് ഇതായിപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, 2 യുവതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പർദ്ദ ശരിക്കും ധരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിലാണ് 2 യുവതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവർ ശരിക്കും പറഞ്ഞാൽ മാരത്തോൺ ഓർഗനൈസേഴ്സാണ്. അതായത് ഈ റണ്ണിങ്, ഓട്ടപ്പന്തയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് കൊടുക്കുന്ന സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ 2 പേരും. അങ്ങനത്തെ 2 യുവതികളെയാണ് ഈ ഹിജാബ് നിയമത്തിൻ്റെ പേരിൽ, അതായത് ഈ പർദ്ദ ശരിക്കും ധരിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ അറസ്റ്റിലാക്കിയിരിക്കുന്നത് ഇപ്പം ഇറാൻ്റെ ഉള്ളിൽ. അമേരിക്ക എങ്ങനെയെങ്കിലും ആയുധം വിൽക്കണം, അത് അവരുടെ പ്രധാനപ്പെട്ട ജോലിയാണ്. അപ്പോൾ അതിൽ അവർ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇപ്പം ഇസ്രായേലെ വെച്ചിട്ട് ലെബനാൻ്റെ ഉള്ളിൽ ഹിസ്ബുള്ളയുടെ പേരിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇതാ പറഞ്ഞിരിക്കുകയാണ്, ലെബനാൻ, അമേരിക്ക നിങ്ങൾക്ക് ആയുധ സപ്പോർട്ട് തരാം, മിലിറ്ററി സപ്പോർട്ട് മീൻസ് ആയുധങ്ങളാണ് പ്രധാനം. അതിൽ മിലിറ്ററി ടാങ്ക്സ്, അതേപോലെ പല പല വെപ്പൺ ഐറ്റംസ് ഒക്കെ അവർ ലിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കുറേ സാമഗ്രികളുണ്ട്, അതെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്ത് ഒരു ചാർട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് ലെബനാന്. ഏതൊക്കെ വേണം എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ഇട്ട് പറഞ്ഞാൽ മതി, പൈസ നിങ്ങൾ പിന്നെ പതിയെ തന്നാൽ മതി, ഇതിവിടെ കിടന്ന് നശിച്ചു പോകണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് കയറ്റി അയക്കാം, അതാണ് ഇപ്പോൾ നിലവിലെ ഒരു ധാരണ. ലെബനാനിന് ആയുധങ്ങൾ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് അമേരിക്ക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ലെബനാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അമേരിക്ക എന്നുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺ തരും, നിങ്ങൾ അത് വെച്ചിട്ട് ഹിസ്ബുള്ളായി അടിച്ച് ഒതുക്കുക. ഇതാണ് അമേരിക്കയുടെ മെസ്സേജ്. ഇനിയിപ്പോൾ ജോസഫ് ആവോൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്ത് ചെയ്യാമോ എന്നറിയത്തില്ല. ഇത് ആയുധം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ഇതിന് പറ്റിയ രീതിയിലുള്ള ആൾക്കാർ വേണ്ടേ അവിടെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ കയ്യിലും അമേരിക്കയുടെ കുറേ ആയുധങ്ങളുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവസാനം അതുപോലത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടരുത് ഇത്. അല്ല, ഇപ്പോൾ ശരിക്കും ഈ ലെബനാന് കൊടുക്കുന്ന ആയുധങ്ങൾ ഹിസ്ബുള്ള മോട്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവർ ഇസ്രായേലിനെതിരെ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹിസ്ബുള്ളയ്ക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ റദ്വാൻ ഫോഴ്സ്, റഷ്യയുടെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിതെടുത്ത് ഇസ്രായേലിനെതിരെ ഉപയോഗിക്കേണ്ട സാഹചര്യം രൂപപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വീണ്ടും അമേരിക്കൻ ആയുധങ്ങൾ വെച്ചിട്ട് അമേരിക്കൻ ആയുധങ്ങൾക്കെതിരെ തന്നെ യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെടും. കഴിഞ്ഞ ആഴ്ച ഹോങ്കോങ്ങിൽ വലിയ രീതിയിൽ ഒരു ബിൽഡിംഗ്, ഒരു 4-5 ലൈനപ്പിലുള്ള ബിൽഡിംഗ് കത്തി നശിച്ചായിരുന്നല്ലോ. ഒരു 350-ലധികം ആൾക്കാർ അതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അപകടം, അത് ഒരു മാധ്യമ പ്രവർത്തകനാണ് ആദ്യമായിട്ട് അതിനെ പിക്ചറൈസ് ചെയ്ത് അതിനെ മീഡിയയ്ക്ക് ലീക്ക് ചെയ്തത്. അപ്പോൾ ഇത്രയും വലിയൊരു കെട്ടിടം കത്തിപ്പടർന്ന് നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വിധേയനെ ഇത് മാധ്യമങ്ങളിൽ വരാതിരിക്കുമോ? എന്തായാലും വരും. ആ സാഹചര്യത്തിൽ ആദ്യമായിട്ട് അതിനെ ഫോട്ടോ എടുത്ത് അതിനെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇപ്പം ഹോങ്കോങ്ങിൽ കേസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഹോങ്കോങ്ങിൽ ചൈനയുമായിട്ട് കൂടുതൽ ശത്രുത വരുത്താത്ത രീതിയിലുള്ള ഒരു സർക്കാരാണ് അവിടെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവിടെ ഹോങ്കോങ്ങിലുള്ള യുവാക്കൾക്ക് പരമാവധി ഈ ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ അവിടെ വേണ്ട എന്നുള്ളതാണ് അവരുടെ താല്പര്യം. ഹോങ്കോങ് എപ്പോഴും ഒരു സെപ്പറേറ്റ് ഓട്ടോണമി ആഗ്രഹിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള അടിയും വഴക്കും ബഹളങ്ങളും പ്രൊട്ടസ്റ്റൊക്കെ പണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ്. 2016-17 കാലഘട്ടങ്ങളിലൊക്കെ അവിടെ അടിയും ബഹളമൊക്കെ ഉണ്ടായതാണ്.
അപ്പം അതിൽ നിന്നാണ് ശരിക്കും ഒരു സെപ്പറേറ്റ് ഓട്ടോണമി, അതായത് ബ്രിട്ടീഷുകാരാണ് എവിടെ പോയാലും ഈ നൂലാമാലകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്, അതുപോലത്തെ ഒരു നൂലാമാല തന്നെയാണ് ഹോങ്കോങ്ങിനും ചൈനയ്ക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ബ്രിട്ടീഷ് വിട്ടുപോയപ്പോഴത്തേക്കും ചൈനയെ ഏൽപ്പിച്ചിട്ട് പോകുന്ന മാതിരിയാണ് അവർ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ചൈന അവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്. ചൈന വെറുതെ തന്നെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ രാജ്യങ്ങളും അവരുടേതാണെന്നുള്ള അവകാശവാദമാണ് അവർക്കുള്ളത്. ആ സാഹചര്യത്തിലാണ് പിന്നെ ഹോങ്കോങ് അവർ വിട്ടുവെക്കുമോ? ഹോങ്കോങ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ചൈനയിലെ ഒരു പ്രൊവിൻസാണ് ഹോങ്കോങ്. അത് ശരിക്കും സെപ്പറേറ്റ് ഓട്ടോണമി ആണെന്നുണ്ടെങ്കിലും ഹൈ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഉൾപ്പെടെ എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഹോങ്കോങ്. അപ്പം അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം ചൈന ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. വീണ്ടും ഒരു തായ്വാനെ സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നിലവിലുണ്ടായ ഈ ഒരു തീപിടുത്തം ശരിക്കും നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനെ ബാധിക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇതിൻ്റെ മേളിൽ ശക്തമായ നടപടിയാണ് എടുക്കുന്നത്. അപ്പോൾ അതായത് ഇനി അടുത്തൊരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന് വോട്ട് വിഹിതം ഇച്ചിരി കുറയുമെന്ന് പേടിക്കുന്നുണ്ട്, ഈ രീതിയിലൊരു അപകടം സംഭവിച്ചതുകൊണ്ട് തന്നെ. അപ്പോൾ സെക്യൂരിറ്റി മെഷേഴ്സ് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു അലിഗേഷൻ. അപ്പോൾ എന്തായാലും തീപിടുത്തം സംഭവിച്ചു, 350 ആൾക്കാർ ഇപ്പോൾ അതിനകത്ത് മരണപ്പെട്ടു. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിന് ഒരു നാണക്കേടായി. അപ്പോൾ അതിൻ്റെ പേരിൽ ആരെങ്കിലും പിടിച്ച് അകത്താക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ മാധ്യമ പ്രവർത്തകരെയൊക്കെ പിടിച്ച് അകത്തായിക്കൊണ്ടിരിക്കുന്നത്. ഖത്തർ ആൻഡ് സിറിയ ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പം ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പം ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഇസ്രായേൽ പൊട്ടിച്ചിട്ട ബിൽഡിങ്സ് ഒന്നും ഞങ്ങൾ റീബിൽഡ് ചെയ്യില്ല, ഞങ്ങൾ അതിന് വേണ്ടി ചെക്ക് എഴുതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക്, പേ ചെക്ക്, മനസ്സിലായോ? അത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ചെക്ക് എഴുതി ഈ ഇസ്രായേൽ ഇങ്ങനെ പൊട്ടിച്ചിടുന്ന ബിൽഡിങ്ങുകളൊക്കെ പോയിട്ട് വീണ്ടും പണിത് ഉയർത്തുക എന്നുള്ളത് ഞങ്ങളുടെ പണിയല്ല എന്നുള്ളതാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യയുടെ അമേരിക്ക സന്ദർശനം, MBSന്റെ അമേരിക്ക വിസിറ്റ്, അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഇച്ചിരി താറുമാറായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖത്തറും അമേരിക്കയും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഒരു ഡിസ്റ്റൻസ് വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ഓപ്പൺ ആയിട്ട് ആരും തന്നെ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ പറയത്തില്ല. അതാണല്ലോ ഡിപ്ലോമസി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഗാസയെ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഖത്തറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഹമാസുമായിട്ടുള്ള ഒരു നെഗോസിയേഷൻ, അത് മാത്രമാണ് ഇപ്പോൾ ഖത്തറിൻ്റെ പണി. വേറെ ഒരു പണിയും അമേരിക്കയുടേതായിട്ടുള്ള പണി ഖത്തർ ഇപ്പോൾ എടുക്കുന്നില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇപ്പം സൗദി അറേബ്യയുമായിട്ട് ചേർന്നങ്ങ് പോവുകയാണ് ചെയ്തത്. അതിനും അമേരിക്കയുടെ പങ്കുണ്ടെന്നാണ് ഖത്തർ വിശ്വസിക്കുന്നത്. അമേരിക്കയുടെ പങ്കെന്ന് പറഞ്ഞാൽ എന്താണ്? പാകിസ്ഥാനിലെ അസീം മുനീറിന് ട്രംപുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ നെഗോസിയേഷന് വേണ്ടിയിട്ട് ട്രംപ് ഇൻഫ്ലുവൻസ് ചെയ്ത് സൗദി അറേബ്യയുമായിട്ട് സംസാരിച്ച് സൗദി അറേബ്യ ത്രൂ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മീഡിയേഷൻ നടന്നു എന്നാണ് ഖത്തർ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഖത്തർ ജമ്മു ആൻഡ് കശ്മീരിൻ്റെ പിക്ചറൊക്കെ ഇന്ത്യയോടൊപ്പം ചേർത്ത് വരച്ച് ഇങ്ങനെ കാണിച്ചത്, അവരുടെ വിയോജിപ്പ് കാണിച്ചത്. അത്രയേ ഉള്ളൂ. അപ്പം ആ രീതിയിലുള്ള പ്രശ്നമാണ്. അപ്പം ആ രീതിയിൽ കൃത്യമായിട്ട് ഖത്തർ ഇവിടെയും ഇസ്രായേലിൻ്റെ സൈഡിലും ഈ ഗാസയിൽ റീബിൽഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൈസ മുടക്കില്ല എന്നുള്ളത് സിംബോളിക്കായിട്ട് ഇങ്ങനെ എടുത്ത് പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറിയയിലെ അബു മുഹമ്മദ് ജൊലാനി എന്ന് വിളിക്കുന്ന അഹമ്മദ് അൽ ഷാറ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇയാളുടെ വിഷയം കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ സിറിയയ്ക്കുള്ളിൽ ആ ഗോലാൻ ഹെയ്റ്റ്സ് ഉൾപ്പെടെയുള്ള ഹെർമോൺ മലനിരകളിൽ നിന്ന് താഴോട്ടുള്ള കൊനെഡ്ര വരെയുള്ള സ്ഥലങ്ങൾ അവകാശം പറയുന്നത് ഈ സിറിയയ്ക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ ഈ ഒരു അവകാശവാദത്തിനെ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനിഷ്യലി അവർ കുറച്ച് മിണ്ടാതെയൊക്കെ ഇരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പം അഹമ്മദ് അൽ ഷാറ ഇതിനെതിരെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ പൊളിറ്റിക്കൽ റെജീമിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അതായത് ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ എന്നുള്ള പേരിൽ കുറേ ആൾക്കാർ ഇവർ തന്നെ സ്വമേധയാ സെലക്ട് ചെയ്ത് അവരൊരു പൊളിറ്റിക്കൽ റൂളിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ മെജോറിറ്റി ആൾക്കാർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെയാണ്. അത് ചില വിമതരെ അവർ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സിറിയൻ പാർലമെൻറ്റിൽ ആൾക്കാരില്ല. അതുപോലെ തന്നെ ചില തീവ്രവാദ സംഘടനകളുണ്ട്, അവരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ ആൾക്കാരില്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളെയും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് സിറിയയുടെ ഡമസ്കസിൻ്റെ ആ ഒരു പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മേജർ താല്പര്യം അതനുസരിച്ചിട്ടാണ് ഇപ്പം അഹമ്മദ് അൽ ഷാറ പെരുമാറുന്നത്. അപ്പം ഇസ്രായേലിന് സ്ഥലം വിട്ടുകൊടുക്കേണ്ടതില്ല, പരമ്പരാഗതമായിട്ട് സിറിയയോടൊപ്പം നിൽക്കുന്ന സ്ഥലം എന്തുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടത്? അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ അതിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെ മാത്രം അങ്ങ് പറഞ്ഞു വിടൂ, സ്ഥലം കൊടുക്കേണ്ടതെന്നാണ് ഇപ്പം സിറിയയുടെ ഉള്ളിൽ സംസാര വിഷയം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഷയിൽ സംസാരിക്കേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് അഹമ്മദ് അൽ ഷാറ. അപ്പോൾ അതുകൊണ്ടാണ് റഷ്യയെ അവിടെ കൊണ്ടുവന്നതും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ പറ്റുമോ എന്നൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കുന്നില്ല. അങ്ങനെ ഓപ്പൺ ആയിട്ട് അഹമ്മദ് അൽ ഷാറയ്ക്ക് ഇസ്രായേലിനെതിരെ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് അഹമ്മദ് അൽ ഷാറ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ ശരിക്കും യുദ്ധം എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. അത് കോൺഫ്ലിക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇസ്രായേലികൾ. അവർ ഗാസ വിഷയത്തിൽ നിന്നും ഡിസ്ട്രാക്ഷൻ, അതായത് ഗാസ വിഷയത്തിൽ നിന്നും
ഒരു സെൻട്രൽ ഫോക്കസ്, ഗ്ലോബൽ ഫോക്കസ്, അറ്റൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ് അവർ പലതരത്തിലുള്ള വ്യത്യസ്ത വിഷയങ്ങൾ എടുത്ത് ഉന്നയിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിനെ തുടർന്ന് സിറിയയ്ക്കുള്ളിൽ നടത്തിയ സർവേയിൽ ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷൻ, ഇസ്രായേലുമായിട്ട് സിറിയ ഒരു നോർമൽ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്ന് നടത്തിയ ഒരു സർവേയിൽ 14% ആൾക്കാർ മാത്രമാണ് അതിന് ഓക്കെ പറഞ്ഞ് വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ HTS സ്വമേധയാ നടത്തിയ ഒരു സർവേയാണ്. അപ്പോൾ ഇതിനകത്ത് അവരുടെ അവകാശവാദമായിട്ട് പറയുന്നത്, നിലവിലെ ഒരു HTSന്റെ അൽഷാര ഭരണകൂടം UK, കാനഡ, ഇസ്രായേൽ, അമേരിക്ക, തുർക്കി, റഷ്യ ഇത്രയും രാജ്യങ്ങളുടെ സപ്പോർട്ട് നേടിയിട്ടുണ്ട് എന്നുള്ളൊരു അവകാശവാദം പുള്ളി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷന് വെറും 14% മാത്രമാണ് അപ്രൂവൽ റേറ്റ്. അതുകൊണ്ടാണ് അൽഷാര ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു പറഞ്ഞു തുടങ്ങുന്നത്. ഇതിൽ അവസാനമായിട്ട് ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ അതിനകത്ത് ഗാസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന മാപ്പിൽ നിങ്ങൾക്ക് 2 കളർ ഷെയ്ഡ് ഇവിടെ കാണാൻ കഴിയും, 3 കാണാൻ കഴിയും. അതിൽ ഒന്ന് ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഗാസ ഏരിയയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പിങ്ക് കളർ അഥവാ റെഡിഷ് കളറിൽ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഫൈനലി ഒരു വയലറ്റ് കളറാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് വയലറ്റ് കളറിലാണ് ഇപ്പം IDF ഉള്ളത്. അപ്പോൾ ഇവരിപ്പം ഈ പിങ്ക് കളർ ഏരിയയ്ക്കുള്ളിൽ അഥവാ ഈ ഒരു ചെറിയ റെഡ് കളർ ഏരിയയ്ക്കുള്ളിൽ ഒരു IDF ഇടയ്ക്കിടയ്ക്ക് കയറി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഗാസയ്ക്കുള്ളിൽ ഇപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ അൽഷബാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇസ്രായേൽ ഒരു പരിധിവരെ സപ്പോർട്ട് ചെയ്തിരുന്ന ഹമാസിനെതിരെ ഉള്ളിൽ തന്നെ ഒരു റിട്ടാലിയേഷൻ ഗ്രൂപ്പ് എന്നുള്ള നിലയിലാണ് അൽഷബാബിനെ IDF ഉപയോഗിച്ചിരുന്നത്. അൽഷബാബിന്റെ ലീഡറെ തന്നെ തട്ടിയ സാഹചര്യത്തിൽ ആ ഗ്രൂപ്പിലുള്ള പലരും ഇപ്പം ഒളിവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഫക്റ്റീവായിട്ട് ഹമാസിനെ ചെറുത്ത് നിൽക്കാൻ ഗാസയ്ക്കുള്ളിൽ ആളില്ല. ആ സാഹചര്യത്തിൽ ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞ ഒരു ബോർഡർ കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് IDF ഉദ്യോഗസ്ഥർ അകത്തോട്ട് പോകുന്നതായിട്ടും ഹമാസിനെതിരെ പൊരുതുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ അൽഷബാബ് ഇരുന്നതിനേക്കാളും കൂടുതൽ വെടിയൊച്ചകൾ ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതായത് ഇതിൻ്റെ ഇടയ്ക്കാണ് 2ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ഇസ്രായേൽ. പക്ഷേ അതേ സാഹചര്യത്തിൽ മറ്റൊരു സൈഡിൽ ലെബനാന്റെ ഉള്ളിൽ എങ്ങനെയാണോ ആക്രമണങ്ങൾ തുടരുന്നത്, അതുപോലെ സീസ് ഫയർ വെച്ചാലും വെച്ചില്ലെങ്കിലും അതിനെ ഒരു രീതിയിലും റെസ്പെക്ട് കൊടുക്കാത്ത ഒരു ട്രൂപ്പാണ് ഇസ്രായേലിന്റെ ട്രൂപ്പ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്ന ഒരു അലിഗേഷൻ. അതിനൊരു എക്സാമ്പിളായിട്ട് അവർ പറഞ്ഞു കാണിക്കുന്നത് ഈ ഹെസ്ബുള്ളയുടെ അവസ്ഥയാണ്. ഹെസ്ബുള്ള സീസ് ഫയർ ഒക്കെ സൈൻ ചെയ്ത് 1 വർഷമായിട്ടും ഇസ്രായേൽ ഇതുവരെ ആക്രമണം നിർത്തിയില്ല എന്നുള്ളതും കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രാഥമിക ദൗത്യം. അതിനിപ്പം അമേരിക്ക ഇടപെട്ടുകൊണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് ഏത് രീതിയിലെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ അവരുടെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ അവരുടെ ഏറ്റെടുത്ത ദൗത്യമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേൽ ഗാസ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.